അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ അനുഗ്രഹങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സദാ വർഷിപ്പിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ മേൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നമ്മുടെ മക്കൾ. മക്കളെ സംബന്ധിച്ചിടത്തോളം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മക്കൾ മാതാപിതാക്കളുടെ സന്തോഷമാണ്. അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, മാതാപിതാക്കൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന ഗിഫ്റ്റാണ് മക്കൾ. ആ മക്കൾ നമ്മുടെ കൺകുളിർമയാകുന്ന മക്കളാവണം. പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ കൺകുളിർമയാകുന്ന ഭാര്യമാരെയും കൺകുളിർമയാകുന്ന മക്കളെയും നൽകണേ എന്നതാണ്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ കൺകുളിർമയാകുന്ന സന്താന പരമ്പരകളെയും ഇണകളെയും നീ ഞങ്ങൾക്ക് നൽകണമേ. സഹോദരങ്ങളെ, അപ്പോൾ നമുക്ക് ഈ ആയത്ത് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് മക്കളെപ്പോഴും കൺകുളിർമയാകുന്ന മക്കളാകണം. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാവുക, നമ്മുടെ മക്കൾ നന്മയുടെ വക്താക്കളാവുക. നമ്മുടെ മക്കൾ നമ്മുടെ പ്രതീക്ഷയാണ്. ആ മക്കളാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ മക്കളെ നന്മയുടെ വക്താക്കളാക്കണമെങ്കിൽ, നമ്മുടെ മക്കൾ നാളെ നമ്മളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നവരാകണമെങ്കിൽ ആ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നവരാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേള സ്വഹാബത്തിനോട് പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, ഉദാത്യർ, ഉത്കൃഷ്ടർ ആരെന്നറിയോ? അവർ ഡോക്ടേഴ്സുകളല്ല, എഞ്ചിനീയർമാരല്ല, അഡ്വക്കേറ്റുമാരല്ല, അല്ലെങ്കിൽ ഈ ലോകത്ത് ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതായ ശാസ്ത്രജ്ഞന്മാരല്ല, സയൻറ്റിസ്റ്റുകളല്ല. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എൻ്റെ സമുദായമാണ്, എല്ലാ സമുദായക്കാളെക്കാളും ഉത്തമരെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ അറിയിച്ചു കൊടുത്തതുപോലെ നമ്മളിൽ ഏറ്റവും ഉത്തമർ ആരെന്നറിയോ? ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ മക്കൾ നന്മയുടെ വക്താക്കളാകണമെങ്കിൽ, നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണമെങ്കിൽ, ആ മക്കൾ നന്മയുടെ വക്താക്കളാകണമെങ്കിൽ ഖുർആൻ പഠിപ്പിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒരു വിദ്യാർത്ഥി, ഒരു കുട്ടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടൊരു വഴിയിൽ പ്രവേശിച്ചാൽ, ഒരു മദ്രസയിലേക്ക് പോയാൽ, അല്ലെങ്കിൽ ഒരു കോളേജിലേക്ക് പോയാൽ, അല്ലെങ്കിൽ ദീനി കലാലയങ്ങളിലേക്ക് പരിശുദ്ധമായ ഖുർആൻ നുകരാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരെ, സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നമ്മുടെ മക്കളെ നമ്മൾ ഹാഫിളീങ്ങളാക്കണം. നമ്മുടെ മക്കളെ ഹാമിലുൽ ഖുർആൻ, ഖുർആൻ ചുമക്കുന്ന മക്കളാക്കണം. നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നത് പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ ഖുർആനാണ് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ ഖബറിൽ അവനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്തോഷം നൽകുന്ന ഏക കാര്യം മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. മക്കളെ ഖുർആൻ പഠിപ്പിച്ച മാതാപിതാക്കളുടെ ഖബറുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്തോഷിപ്പിക്കുന്നതാണ്.
എല്ലാവിധമായ ഖൈറുകൾ നൽകി, എല്ലാവിധമായ സന്തോഷങ്ങൾ നൽകി, എല്ലാവിധമായ കൺകുളിർമയാകുന്ന അനുഗ്രഹങ്ങൾ നൽകി ഖബറിൽ അല്ലാഹു തആല സന്തോഷം നൽകുകയാണ്. ശിക്ഷയിൽ നിന്നും അവരെ ലഘുവാക്കുകയാണ്, ശിക്ഷയിൽ നിന്നും അവരെ ഒഴിവാക്കുകയാണ്. കാരണം മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ വിട്ടതിൻ്റെ പേരിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഹാഫിളീങ്ങളായ മക്കളുടെ മാതാപിതാക്കളെ അള്ളാഹു വിളിക്കുന്നു, നിങ്ങളിങ്ങ് കടന്നു വാ. എന്നിട്ട് മലക്കുകളോട് പറയുന്നു, ഈ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൻ്റെ വസ്ത്രങ്ങൾ കൊടുക്കുക. മുത്തിനാലും പവിഴത്തിനാലും നിർമ്മിക്കപ്പെട്ടതായ ആ സ്വർഗത്തിൻ്റെ വെട്ടിത്തിളങ്ങുന്നതായ വസ്ത്രം മാതാപിതാക്കളെ അണിയിപ്പിക്കുന്നു. സ്വർഗത്തിൻ്റെ കിരീടം ആ മാതാപിതാക്കളുടെ തലയിൽ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഹാഫിളീങ്ങളായ ആലിമീങ്ങളായ മക്കളോട് പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കളുടെ കൈയും പിടിച്ചുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവുക, സ്വർഗത്തിലേക്ക് പോവുക. നമ്മുടെ മക്കൾ അവരുടെ നാവുകൾ ഖുർആൻ പാരായണം കൊണ്ട് മധു നുകരുന്നതാകട്ടെ. നമ്മുടെ മക്കൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ വാഹകരാക്കണം, ഖുർആൻ പഠിപ്പിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു ഹർഫ് പാരായണം ചെയ്താൽ, ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ 10 നന്മകൾ നൽകുന്നതാണ്. 10 നന്മകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നതാണ്. ഹാഫിള് മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. ഹാഫിളീങ്ങൾ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്. അവൻ്റെ ശരീരം മണ്ണിന്, ഖബറിലെ മണ്ണിന് ഹറാമാണ്, നിഷിദ്ധമാണ്, മണ്ണ് ഭക്ഷിക്കൂല. അത്രത്തോളം മഹത്വമാണ് ഹാഫിളിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്നത്. സഹോദരങ്ങളെ, ഈ അടുത്ത സമയത്ത് ഇസ്രായേലിൻ്റെ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി ലോകത്തോട് വിട പറഞ്ഞു പോയ ഫലസ്തീനിലെ ഒരു 19കാരനായ ഒരു ചെറുപ്പക്കാരനായ ഒരു ഹാഫിളായ ഒരു ചെറുപ്പക്കാരൻ്റെ ജനാസ ഞാനും നിങ്ങളും വീഡിയോയിലൂടെ കണ്ടതാണ്. ലോകം മുഴുവനും പ്രചരിച്ചു ആ ചെറുപ്പക്കാരൻ്റെ വീഡിയോ. അദ്ദേഹം ഹാഫിളാണ്. അവിടുത്തെ പള്ളിയിൽ ജനങ്ങൾക്ക് നേതൃത്വം നൽകിയതായ ഒരു ഹാഫിളാണ്. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും നല്ല സുഗന്ധം വീശുകയാണ്. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തൊട്ട് ബറക്കത്തെടുക്കുന്നു. പലരും തൻ്റെ ശരീരത്തിലൂടെ കൈകളിങ്ങനെ തലോടിയിട്ട് ആ കയ്യിൽ മുത്തുന്ന രംഗമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ വലിയ അനുഗ്രഹമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഖുർആനിലും ഹാഫിളായിരുന്നു, ഹദീസിലും ഹാഫിളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കൊണ്ടുപോയി 6 അടി മണ്ണാകുന്ന ഖബറിൻ്റെ ഉള്ളറയിൽ കൊണ്ടുവച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അടക്കം ചെയ്തതായ മണ്ണിൽ നിന്ന്, ഖബറിൽ നിന്ന് കസ്തൂരിയുടെ വാസന വരികയാണ്. ആളുകൾ ബറക്കത്തിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വാസനകൾ വരുമ്പോൾ ആളുകൾ ബറക്കത്തിനാൽ മണ്ണെടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് അപകടമാണ്, അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തുറന്നെടുക്കുമല്ലോ എന്ന് ഭയന്നത് കാരണത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു അനുഗ്രഹത്തെ, ആ ഒരു വാസനയെ നീക്കിക്കളയുകയാണ്. ഹാഫിളീങ്ങൾ മരിച്ചാൽ അത് വല്ലാത്ത അനുഗ്രഹമാണ്. നമ്മുടെ വീട്ടിൽ ഹാഫിളീങ്ങൾ ഉണ്ടെങ്കിൽ, ഖുർആൻ പഠിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വീട്ടുകാർക്ക് ഖൈറുകൾ നൽകുന്നതാണ്, ആ വീട്ടുകാർക്ക് അല്ലാഹു നിഅമത്തുകൾ നൽകുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കുക, നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നവരാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരു ലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കിയില്ലെങ്കിൽ, ഖുർആൻ പഠിപ്പിക്കുന്നവരാക്കിയില്ലെങ്കിൽ ശക്തമായി നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകുന്നു. നാളെ പരലോകത്ത് മാതാപിതാക്കളും മക്കളും ചെല്ലുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മക്കളെ നരകത്തിലേക്ക് വലിച്ചെറിയുവാൻ വേണ്ടിയിട്ട് മലക്കുകളോട് പറയുമ്പോൾ ആ മക്കൾ പറയും, അല്ലാഹുവേ, ഞങ്ങൾക്ക് തരുന്നതിൻ്റെ ഇരട്ടി ശിക്ഷ ഈ മാതാപിതാക്കൾക്ക് കൊടുക്കണേ അല്ലാ. അവർ നിൻ്റെ പരിശുദ്ധമായ കലാമിനെ പഠിക്കാൻ വേണ്ടിയിട്ട്, നിൻ്റെ ഖുർആനിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം നീ ഞങ്ങൾക്ക് നൽകിയില്ല അല്ലാ. ഞങ്ങളെ ഇവർ ഭൗതികതയുടെ പിന്നാമ്പുറങ്ങൾ
പാപങ്ങളിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടു അള്ളാഹുവേ, ദുനിയാവിൻ്റെ ആഡംബരങ്ങളിലേക്കും ദുനിയാവിൻ്റെ മോഹങ്ങളിലേക്കും ഞങ്ങളെ തള്ളിവിട്ടത് ഈ മാതാപിതാക്കളാണ്. റബ്ബേ, ഞങ്ങൾക്ക് ഈ നരകത്തിൻ്റെ ചൂട് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവേ, നീ ഇവരെ ഒന്ന് മലർത്തിക്കിടത്തല്ല. ഞങ്ങൾ ഇവരുടെ നെഞ്ചത്ത് കയറിയൊന്ന് ചവിട്ടിക്കൊണ്ടിട്ട് കുറച്ച് ആശ്വാസം ഞങ്ങൾക്ക് നേർന്നുകൊള്ളട്ടെ, ഞങ്ങൾക്ക് കിട്ടിക്കൊള്ളട്ടെ. ഞങ്ങളെ പാദങ്ങൾ ചുട്ടുപൊള്ളുന്നു എന്ന് നമ്മുടെ മക്കൾ നമുക്കെതിരെ നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലായി നമുക്കെതിരെ പറയുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമുക്ക് അനുകൂലമാകണോ? നമ്മുടെ മക്കളുടെ കരവും പിടിച്ചുകൊണ്ട് കൈയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകണോ? ആ മക്കളെ ഹാമിലുൽ ഖുർആനിൻ്റെ വാഹകരാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ നാഫിയായ ഇൽമു പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മക്കളെ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിലും ആലിമീങ്ങളിലും ഹാഫിളീങ്ങളിലും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.